CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ നൽകിയ സത്യവാങ്മൂലത്തിൽ തെറ്റായ വിവരങ്ങൾ ഉൾപ്പെട്ടത് എങ്ങനെയെന്ന് അന്വേഷിക്കണമെന്ന് DCC ജനറൽ സെക്രട്ടറി ബിജോ മാണി. 4 താലൂക്കുകളിലെ ലക്ഷക്കണക്കിന് കർഷകരെ ബാധിക്കുന്ന വിഷയത്തിൽ സർക്കാർ നിലപാട് സംശയാസ്പദമാണെന്നും അദ്ദേഹം കട്ടപ്പനയിൽ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. CHRനെ കൂടി സംരക്ഷിത വനമാക്കി ജില്ലയിൽ വീണ്ടും വനവിസ്തൃതി വർദ്ധിപ്പിക്കാനുള്ള സർക്കാരിന്റെ ഗൂഢനീക്കമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. കൊളരാട്ടർ നടപടികൾ സമർപ്പിച്ചിട്ടുള്ള രേഖകളിലും സത്യവാങ്മൂലങ്ങളിലും CHRന്റെ വിസ്തൃതിയിലുള്ള പൊരുത്തക്കേടുകൾ പരിഹരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് 2024 ഏപ്രിൽ 15 സുപ്രീം കോടതി സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിരുന്നു. ഇതിനുശേഷം 2024 ഒക്ടോബർ 23 നൽകിയ സത്യവാങ്മൂലത്തിലും ലാൻഡ് റവന്യൂ കമ്മീഷണർ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറിക്ക് 2024 ജൂലൈ 12 നൽകിയ റിപ്പോർട്ടിലെ വിവരങ്ങൾ പോലും അവഗണിച്ച് 413 ചതുരശ്ര മൈലാണ് CHRന്റെ വിസ്തൃതി എന്ന തെറ്റായ കണക്കാണ് സർക്കാർ സുപ്രീം കോടതി നൽകിയത്. ഇത് കേസിൽ തിരിച്ചടിയാകുമെന്ന് മാത്രമല്ല, ഈ മേഖലയിൽ നൽകിയിട്ടുള്ള പട്ടയങ്ങളുടെ നിയമസാധുത പോലും ചോദ്യം ചെയ്യപ്പെടുന്ന സ്ഥിതി ഉണ്ടാകും. ഇനി പട്ടയം നൽകുന്നതിനെയും പ്രതികൂലമായി ബാധിച്ചേക്കും. സർക്കാരിന്റെ റവന്യൂ വകുപ്പുമായി ബന്ധപ്പെട്ട് ഇത്തരം അഫിഡവിറ്റുകൾ തയ്യാറാക്കാനൊക്കെ സമീപിക്കുന്നത് അല്ലെങ്കിൽ ലാൻഡ് റവന്യൂ കമ്മീഷൻ കൊടുക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്, അല്ല റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി കൊടുക്കുന്ന റിപ്പോർട്ട് അടിസ്ഥാനത്തിലാണ്. അപ്പം സംസ്ഥാനത്തെ റവന്യൂ വകുപ്പ് ലാൻഡ് റവന്യൂ കമ്മീഷണർ ഇതുമായി ബന്ധപ്പെട്ടുള്ള മുഴുവൻ രേഖകളും പരിശോധിച്ച് ഇതാണ് ഇതിന്റെ വസ്തുത എന്ന് പറഞ്ഞുകൊണ്ട് ഒരു റിപ്പോർട്ട് അനുബന്ധ രേഖകളും ചീഫ് സെക്രട്ടറി കൊടുത്തിട്ട് അതെല്ലാം മാറ്റി വെച്ചുകൊണ്ട് 413 സ്ക്വയർ മൈൽ ഒരു കണക്ക് വരുന്നിരിക്കുക. എന്നിട്ട് ആ കണക്ക് തന്നെ നമ്മുടെ ജില്ലയിൽ നിന്നുള്ള മന്ത്രി ആവർത്തിക്കുകയാണ്. ആശങ്കപ്പെടേണ്ട ഒരു കാര്യവുമില്ല, 413 സ്ക്വയർ മൈലാണ് CHRന്റെ ഏരിയ എന്നുള്ള കാര്യം അവിടെ പറ്റിയുള്ള സർക്കാർ വ്യക്തമാക്കിയിട്ടുണ്ട്. കേസിൽ കർഷകർക്ക് അനുകൂലമായ വിധി ഉണ്ടാകുന്നു. അപ്പം ഞങ്ങൾക്ക് ചോദിക്കാൻ മന്ത്രിക്ക് ഈ വിവരം എവിടുന്ന് കിട്ടിയെന്നുള്ളതാണ്. ഈ 413 സ്ക്വയർ മൈലാണ് CHRന്റെ ഏരിയ എന്നുള്ള കാര്യം ശ്രീ ഓഷി അഗസ്റ്റിൻ MLAക്ക്, അദ്ദേഹം 4 നൂറ്റാണ്ടായി ഉടുമ്പൻചോല ഇടുക്കി ജില്ലയിൽ നിന്നുള്ള മന്ത്രിയാണ്, CHR മേഖലയെ പ്രതിനിധീകരിക്കുന്ന MLA ആണ്. അപ്പൊ അദ്ദേഹത്തിന് ഈ വിവരം എവിടുന്ന കിട്ടിയേ? എന്ത് രേഖയുടെ പിൻബലത്തിലാണ് അദ്ദേഹം ഇക്കാര്യം പറയുന്നത്? എന്ത് രേഖകളുടെ അടിസ്ഥാനത്തിലാണ് CHR വിസ്തൃതി 413 ചതുരശ്ര മൈലാണെന്ന് പറഞ്ഞതെന്ന് മന്ത്രി വ്യക്തമാക്കണം. 4 നൂറ്റാണ്ടായി CHR ഉൾപ്പെടുന്ന മേഖലയിൽ നിന്നുമുള്ള ജനപ്രതിയായിട്ടും വിഷയം പഠിച്ച് കർഷക താല്പര്യം സംരക്ഷിക്കാൻ നടപടി സ്വീകരിക്കാത്തത് വഞ്ചനയാണ്. CHR വിഷയത്തിൽ ചീഫ് സെക്രട്ടറി സത്യവാങ്മൂലം നൽകിയിട്ടുണ്ടെന്നും കർഷകർക്ക് ആശങ്ക വേണ്ടെന്നുമാണ് CPM CPI നേതാക്കളും പറയുന്നത്. വസ്തുതകൾ പരിശോധിക്കാതെയാണ് ഈ പ്രതികരണങ്ങളെന്ന് വ്യക്തമാണ്. CHRന്റെ വിസ്തൃതി സംബന്ധിച്ച് വ്യക്തത വരുത്തണമെന്ന് സുപ്രീം കോടതി ആവശ്യപ്പെട്ട ശേഷം തെറ്റായ കണക്ക് നൽകിയത് വിഷയം സങ്കീർണമാക്കും. CHR മേഖലയിൽ നിന്നുമുള്ള MLAമാർ ഈ വിഷയം പഠിക്കാൻ തയ്യാറാകണമെന്നും സർക്കാരിനെ കൊണ്ട് തെറ്റിദ്ധരിപ്പിച്ച് കർഷക താല്പര്യം സംരക്ഷിക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും ബിജോ മാണി ആവശ്യപ്പെട്ടു. കട്ടപ്പന നടത്തിയ വാർത്താ സമ്മേളനത്തിൽ കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് തോമസ് മൈക്കിൾ, മണ്ഡലം പ്രസിഡന്റ് സിജു ചക്കമ്പൂട്ടിൽ, യൂത്ത് കോൺഗ്രസ് നിയോജക മണ്ഡലം പ്രസിഡന്റ് ആനന്ദ് തോമസ് എന്നിവരും പങ്കെടുത്തു. ഇടുക്കി വിഷൻ ന്യൂസ്, കട്ടപ്പന.